ഒരുപാട് ആളുകൾ കൊല്ലപ്പെട്ടിട്ടും ലോകം നിശബ്ദമായി നോക്കി നിൽക്കുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളുടെ ആഴം നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഞെട്ടിപ്പോവുക തന്നെ ചെയ്യും. ലോകത്തെ ഏറ്റവും അധികം ആളുകളെ കൊന്നിട്ടുള്ള ഏകാധിപതിയുടെ പാരമ്പര്യമുള്ള ഒരു ഭരണകൂടം സ്വന്തം ജനതയുടെ ഒരു വലിയ വിഭാഗത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതിന്റെ ഭീകരത നമ്മൾ കണ്ടില്ലെന്ന് നടിക്കാൻ പാടില്ല. ഗ്രേറ്റ് ലിപ്പ് ഫോർവേഡിന്റെ സമയത്ത് മാവോ ഏകദേശം 5 കോടിയോളം ആളുകളെയാണ് കൊന്നൊടുക്കിയത്. ആ ചരിത്രം പേറുന്ന ചൈന ഇന്ന് സിൻജിയാങ്ങിൽ ഒട്ടും വഴങ്ങാത്ത ലക്ഷക്കണക്കിന് മുസ്ലിംസിനെ രഹസ്യമായി ടെർമിനേറ്റ് ചെയ്തിട്ടുണ്ടാകാം. ഇത് വളരെയധികം ഗൗരവമായിട്ടുള്ള ഒരു വിഷയമാണ്. ഇത് കേവലം നിയമപരമായ നടപടികളല്ല അവിടെ നടത്തുന്നത്, മറിച്ച് ഒരു വംശീയ ശുദ്ധീകരണമാണ് എന്നാണ് അവർ അതിനെ വിളിക്കുന്നത്. പക്ഷെ അതൊരു വർഗീയ കൂട്ടക്കൊല തന്നെയാണ്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ചൈനയുടെ ലക്ഷ്യം വളരെ സിമ്പിൾ ആണ്. രാജ്യത്ത് നിന്ന് ഇസ്ലാം മതം പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുക എന്നതാണ് അവരുടെ ഉദ്ദേശം. നിലവിൽ 1.8% മാത്രം വരുന്ന മുസ്ലിം ജനസംഖ്യയെ പൂജ്യമാക്കുക എന്നതാണ് അവരുടെ അപ്രഖ്യാപിത ലക്ഷ്യം. ഈ 1.8% എന്ന് പറയുമ്പോൾ ചൈന വളരെ ജനസംഖ്യയുള്ള ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ ഏകദേശം 2.5 കോടിയോളം ആളുകൾ അവിടെയുണ്ട്. ഇതിനായി അവർ സ്വീകരിച്ചിരിക്കുന്നത് ലോകം ഇന്ന് വരെ കാണാത്ത തരത്തിലുള്ള അതിതീവ്രമായ മാർഗങ്ങളാണ്. സിൻജിയാങ്ങിൽ ഇസ്ലാം വിശ്വാസമുണ്ട് എന്ന പേരിൽ പിടിച്ചുകൊണ്ടുവരുന്ന ലക്ഷക്കണക്കിന് ഉയ്ഗുറുകളെയാണ് അവർ പുനർവിദ്യാഭ്യാസ പരിശീലന കേന്ദ്രങ്ങൾ എന്ന് വിളിക്കുന്ന തടങ്കൽ പാളയങ്ങളിൽ അടച്ചിട്ടിരിക്കുന്നത്. ഈ ക്യാമ്പുകൾക്ക് പുറത്തുള്ള യാഥാർത്ഥ്യം നമ്മൾ അറിയുക തന്നെ വേണം. ഒട്ടും വഴങ്ങാത്ത പ്രശ്നക്കാരെ പ്രത്യേകം ക്യാമ്പുകളിലേക്ക് കൊണ്ടുവന്ന് കാര്യമായിട്ട് ക്ലാസ് എടുക്കുന്നു എന്ന പേരിൽ അവർ വല്ലാതെ ഉപദ്രവിക്കുകയും പലരെയും വധിക്കുകയുമാണ് ചെയ്യുന്നത്. ഈ ക്യാമ്പുകൾക്കുള്ളിൽ നടക്കുന്നത് മാനസികവും ശാരീരികവുമായ പീഡനങ്ങളുടെ പരമ്പര തന്നെയാണ്. തടവിലുള്ളവരിൽ ഒരു തരം മാനസിക വിഭ്രാന്തി ഉണ്ടാക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം. അതായത് 12 മണിക്കൂറിലധികം ഒരേ തരം മടുപ്പുളവാക്കുന്ന യാന്ത്രികമായ ജോലി ആഴ്ചയിൽ 7 ദിവസം നിരന്തരം ചെയ്യിപ്പിക്കുന്നു. ഇങ്ങനെ കുറഞ്ഞ വേതനത്തിൽ നിർബന്ധിതരായി പണിയെടുപ്പിക്കുന്നതിലൂടെ അവർക്ക് സാമ്പത്തിക നേട്ടമുണ്ടാക്കുകയും തടവുകാരെ മാനസികമായി തളർത്തുകയും ചെയ്യുന്നു. ഇതിന്റെ ഫലമായി ആളുകൾക്ക് ആത്മഹത്യ ചെയ്യാതിരിക്കാൻ വേണ്ടി കെട്ടിടങ്ങൾക്ക് ചുറ്റും വലകൾ സ്ഥാപിക്കേണ്ടി വരുന്നു. ഇത് വളരെ വലിയൊരു ദുരിതത്തിന്റെ കാര്യം തന്നെയാണ്. അതായത് സ്വന്തമായി മരണം പോലും തീരുമാനിക്കാൻ പറ്റാതെ അത്രയും ടോർച്ചറിയാണ്, അത്രയും ഡിപ്രഷനാണ് അവർക്ക് ഉണ്ടാകുന്നത്. എന്നിട്ട് സ്വന്തമായി മരിക്കാൻ പോലുള്ള ഒരു അവകാശം അവർ നൽകുന്നില്ല. പൂർണ്ണമായിട്ടും അവരെ ഈ പറഞ്ഞ പോലെ ഒരു രീതിയിലും രക്ഷപ്പെടാൻ സമ്മതിക്കില്ല എന്നുള്ള ഒരു ഉത്തരം നൽകിക്കൊണ്ടാണ് അവരെ പിടിച്ചിട്ടിരിക്കുന്നത്. ഇത്തരം ഫാക്ടറി കോംപ്ലക്സുകൾക്കുള്ളിൽ വെച്ച് തന്നെ നിർബന്ധിത തൊഴിൽ ചെയ്യിപ്പിക്കുന്നു എന്നുള്ളത് ലോകം അറിഞ്ഞിട്ടും ആരും അതിനെ ചോദ്യം ചെയ്യുന്നില്ല. കാരണം ചൈന ചില്ലറക്കാരല്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. മനുഷ്യാവകാശ ലംഘനങ്ങളുടെ ഏറ്റവും ക്രൂരമായ രൂപമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. വംശഹത്യയും മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങളും ഇവിടെ നടക്കുന്നു എന്ന് വിശ്വസനീയമായ റിപ്പോർട്ടുകൾ പറയുന്നു. പീഡനം, മനുഷ്യത്വരഹിതമായ പെരുമാറ്റം, കസ്റ്റഡി മരണങ്ങൾ എന്നിവയെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ പീഡനങ്ങൾ വ്യക്തിഗതമായല്ല, മറിച്ച് ഒരു വംശത്തിനെ ഉന്മൂലനം ചെയ്യാനുള്ള ഭരണകൂടത്തിന്റെ തന്ത്രത്തിന്റെ ഭാഗമാണ്. ന്യൂനപക്ഷങ്ങളെ മാത്രം ലക്ഷ്യമിട്ട് നടക്കുന്ന നിർബന്ധിത ഗർഭനിരോധനം, ഗർഭാശയ ഉപകരണങ്ങൾ സ്ഥാപിക്കൽ, നിർബന്ധിത വന്ധീകരണം തുടങ്ങിയ മെഡിക്കൽ നടപടികൾ നടക്കുന്നുണ്ട് എന്നുള്ളത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ഞെട്ടലുണ്ടാക്കിയ വിവരമാണ്. ഇത്രയധികം ജനസംഖ്യാപരമായ പ്രതിസന്ധി ചൈന നേരിടുമ്പോൾ പോലും വംശീയമായ അനുരൂപതയ്ക്ക് വേണ്ടിയാണ് സ്വന്തം ജനസംഖ്യയുടെ ഒരു വലിയ വിഭാഗത്തെ ഇല്ലാതാക്കാൻ അവർ തയ്യാറാകുന്നത്. കുടുംബബന്ധങ്ങൾ തകർക്കുന്നതിൽ ചൈനയ്ക്ക് വ്യക്തമായ അജണ്ടയുണ്ട്. ഇസ്ലാം മതം ഉപേക്ഷിക്കാൻ തയ്യാറാവാത്തവരുടെ കുടുംബങ്ങളെ ശിക്ഷിക്കുന്നു, ഭർത്താക്കന്മാരെയും ഭാര്യമാരെയും വേർതിരിക്കുന്നു, ഇവരുടെ കുട്ടികളെ വേർപ്പെടുത്തി വളർത്തുന്നു. ഇത് വംശീയമായ ഒരു തന്ത്രം തന്നെയാണ്. വളർന്നു വരുന്ന തലമുറയിൽ മതപരമായ പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനായി മതത്തിനെ തന്നെ ഇല്ലാതാക്കാനുള്ള കാര്യങ്ങളാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മതത്തിനെ ഇല്ലാതാക്കുന്നത് ഇതുപോലെ ഇത്രയും സ്വാതന്ത്ര്യം ജനങ്ങൾക്ക് നൽകാത്ത രീതിയിൽ അത്രയും അടിച്ചമർത്തിക്കൊണ്ടായാണ് അവർ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2025 ഒരിക്കലും മതം എന്നൊരു കാര്യത്തിന് പ്രസക്തി ഇല്ല എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. അതായത് മതം വേണ്ട, മതം ആർക്കും ആവശ്യമില്ല, എവിടെയായാലും ഒരിക്കലും നമുക്ക് ആവശ്യമില്ല. അതൊക്കെ പണ്ടത്തെ ആൾക്കാരെ ബുദ്ധിയില്ലായ്മ തന്നെയാണ്. പക്ഷേ ഒരു മതത്തിനെ ഇല്ലാതാക്കുന്നതിന്റെ പേരിൽ അവിടുത്തെ ജനങ്ങളെയാണ് വംശീയമായി അവർ കൊന്നൊടുക്കുന്നത്, അല്ലെങ്കിൽ ഇതുപോലെ സ്വാതന്ത്ര്യമില്ലാതാക്കി ഇത്രയും ക്രൂരത അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജനങ്ങൾ, മനുഷ്യരെയാണ് അവർ ഇങ്ങനെ ക്രൂരമായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിർബന്ധിതമായി ഒരു രീതിയിലും ഒരാളുടെയും ആശയത്തിന് ഇല്ലാതാക്കാൻ പാടില്ല എന്ന് തന്നെയാണ് ഞാൻ ഇവിടെ പറഞ്ഞു വെക്കുന്നത്. ഒരിക്കലും അതാരായാലും ഏത് മതമാണെങ്കിലും അവിടുത്തെ ജനങ്ങളാണ്, മനുഷ്യരാണ്. അവരുടെ ഉള്ളിലെ ആശയം അവർക്ക് കൊണ്ടു നടക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകണം. ഈ സ്വാതന്ത്ര്യം ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് അവർ ചൈന ഒരു ഏകാധിപത്യ രാജ്യമായി മാറിയിരിക്കുന്നത്. വേറൊരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ അവിടെ നിർബന്ധിതമായിട്ടും അവരുടെ ഗവൺമെന്റിന്റെ ഭാഗമായിട്ടുള്ള കമ്മ്യൂണിസത്തിനെ കുറിച്ചുള്ള ക്ലാസ്സുകളൊക്കെ അവർക്ക് നൽകുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ രീതിയിൽ, അതായത് മതത്തിനെ കുറിച്ച് ചിന്തിക്കാത്ത ആളുകൾക്ക് മാത്രമേ, മതത്തിന്റെ ആശയം പൂർണ്ണമായി ഒഴിവാക്കുന്നവർക്ക് മാത്രമേ അവിടെ നിന്ന് പുറത്തു കടക്കാൻ സാധിക്കുന്നുള്ളൂ എന്നതാണ് സത്യം. എന്തായാലും ഇതുപോലൊരു രാജ്യത്തിലല്ല നമ്മൾ ജനിച്ചത് എന്ന് ആലോചിച്ച് നമുക്ക് സന്തോഷിക്കാൻ മാത്രമേ ഇപ്പോൾ സാധിക്കുകയുള്ളൂ. അവരുടെ ഗതികേട് പറഞ്ഞിട്ട് കാര്യമില്ല. അവരുടെ ഗതികേട് എന്ന് പറയുമ്പോൾ അവിടെ ജീവിക്കുന്ന മുസ്ലിമുകളുടെ കാര്യമാണ് ഞാൻ പ്രധാനമായും പറയുന്നത്.